അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1299. സൂറത്തു തൗബ 71 72 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. والمؤمنون والمؤمنات സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും ബഅ്ളുഹും ഔലിയാഉ ബഅ്ളിൻ അവരിൽ നിന്ന് ചിലർ മറ്റു ചിലരുടെ സഹായികളും സംരക്ഷകരുമാണ്. യഅ്മുറൂന ബിൽ മഅറൂഫി അവർ നന്മ കൊണ്ട് കൽപ്പിക്കും. വയൻഹൗന അനിൽ മുൻകരി തിന്മയെ തൊട്ട് വിരോധിക്കുകയും ചെയ്യും. വയുഖീമൂന സ്വലാത്ത അവർ നിസ്കാരം നിലനിർത്തുകയും വയുത്തൂന സക്കാത്ത സക്കാത്ത് നൽകുകയും ചെയ്യും. വയുതീഊന അല്ലാഹ വറസൂലഹു അവർ അല്ലാഹുവിനെയും അവന്റെ ദൂതരെയും അനുസരിക്കുകയും ചെയ്യും. ഉലൈക സയർഹമുഹുമുല്ലാഹ് അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്നതാണ് പിന്നീട്. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു അസീസുൻ അവൻ പ്രതാപിയാകുന്നു, ഹക്കീമുൻ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ. ഖാലിദീന ഫീഹാ അവകളിൽ അവർ ശാശ്വതന്മാരായ നിലക്ക്. വമസാകിന തയ്യിബതൻ ഫീ ജന്നാത്തി അദിൻ സ്ഥിരവാസത്തിന്റെ തോട്ടങ്ങളിൽ നല്ല ഭവനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ വറിദ്വാനും മിനല്ലാഹി അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തിയാകുന്നത് അക്ബറു അതാകുന്നു അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. ദാലിക ഹുവൽ ഫൗസുൽ അളീം ഇത് മഹത്തായ വിജയം തന്നെയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ സൂക്തങ്ങളിൽ മുനാഫിക്കുകളായിട്ടുള്ള ആളുകളുടെ തെറ്റായ നിലപാടുകളും ചിന്താഗതികളും ഉണർത്തുകയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഗുരുതരമായ വിധത്തിലുള്ള ശിക്ഷകൾ ഒരുക്കിവെച്ചിട്ടുണ്ട് എന്ന് താക്കീത് നൽകുകയും ചെയ്തുവല്ലോ. അവർ തമ്മിൽ കപടവിശ്വാസികൾ തമ്മിൽ പരസ്പരം സഹായികളും സംരക്ഷകരുമാണെന്നും അവർ തമ്മിൽ വലിയ ബന്ധം തിന്മ കൽപ്പിക്കാനും അതേപോലെ നന്മ തടയാനുമാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നും കഴിഞ്ഞ സൂക്തങ്ങളിൽ വിശദീകരിച്ചു. എന്നാൽ അതിന്റെ എതിർദിശയിൽ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ നിലപാടെന്താണ്? അവർക്ക് അല്ലാഹു തആല ഒരുക്കിവെച്ചിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും സമ്മാനങ്ങളും എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് ഈ രണ്ട് സൂക്തങ്ങളിൽ. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു സത്യവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും അവർ ബഅ്ളുഹും ഔലിയാഉ ബഅ്ളിൻ അവരിൽ നിന്ന് ചിലർ മറ്റു ചിലരുടെ സംരക്ഷകരും സഹായികളുമാണ് എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അയ്യതനാസറൂന വയതആലദൂൻ അവർ പരസ്പരം സഹായിക്കുകയും പരസ്പരം ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഒരു വിശ്വാസി മറ്റു വിശ്വാസികളുടെ ശക്തിയായി അവരുടെ താങ്ങായി കരുത്തായി അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടാകും. കമാ ജാഅ ഫി സഹീഹി സഹീഹായ ഹദീസിൽ വന്നതുപോലെ അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്. ആ കെട്ടിടത്തിന്റെ ചില പാർട്ടുകൾ മറ്റു ചില പാർട്ടുകളെ ശക്തിപ്പെടുത്തുന്നത് പോലെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വിരലുകൾക്കിടയിൽ ഇങ്ങനെ കോർത്തു പിടിച്ചു. ഈ വിരലുകൾ തമ്മിലുള്ള യോജിപ്പ് പോലെ സത്യവിശ്വാസികൾ തമ്മിൽ വലിയ യോജിപ്പും അവർ തമ്മിൽ വലിയ സഹകരണവും ഉണ്ടാകും എന്ന്.
അതോടൊപ്പം തന്നെ ഓഫീസ് സഹീഹി ഐലൻ സഹീഹായ ഹദീസിൽ പിന്നെയും വന്നിട്ടുണ്ട്, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം, സത്യവിശ്വാസികൾ പരസ്പരം അവരുടെ സ്നേഹത്തിലും കാരുണ്യത്തിലും അവരുടെ ഉപമ കമസലിൽ ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരത്തിന്റെ ഉപമ പോലെയാണ്. ഇദസ്തഖാ മിൻഹു ഉളുൻ, ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു രോഗം ബാധിച്ചാൽ തദാഅ ലഹു സായിറുൽ ജസദി ബിൽ ഹുമ്മാ വസ്സഹർ, ആ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ രാത്രി ഉറക്കമൊഴിക്കൽ കൊണ്ടും പനി കൊണ്ടും ഈ ഭാഗത്തിനു വേണ്ടി, ആ രോഗാതുരമായിട്ടുള്ള ഭാഗത്തിനു വേണ്ടി കേടുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ രണ്ട് ഉദാഹരണങ്ങൾ സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ പരസ്പരം ഉണ്ടാകേണ്ട ഏറ്റവും നല്ല അടുപ്പവും ബന്ധവും, അതേപോലെ അവർ തമ്മിലുണ്ടാവേണ്ട വല്ലാത്ത കാരുണ്യവും, അതേപോലെ തന്നെ പരസ്പര സഹകരണവും, ആ വിഷയത്തിൽ നമുക്ക് കൃത്യമായ ഉത്തരവാദിത്ത ബോധമുണ്ടാകണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഒരാൾ സത്യവിശ്വാസിയാണോ എങ്കിൽ മറ്റു വിശ്വാസികളുടെ സഹായിയായി മാറണം അവൻ. ഒരിക്കലും തന്നെ മറ്റുള്ളവർക്ക് പാരപണിയുന്നവനാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മളെ, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ നിന്നൊരാൾക്കും തന്നെ സത്യവിശ്വാസിയാവാൻ സാധിക്കില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നതെന്തും തന്റെ സഹോദരന് കൂടി താൻ ഇഷ്ടപ്പെടുന്നതുവരെ. അഥവാ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, തന്റെ സഹോദരൻ തന്നോട് എന്തു സമീപനം സ്വീകരിക്കണമെന്നാണോ താൻ ആഗ്രഹിക്കുന്നത്, അതേ സമീപനം തന്റെ സഹോദരനോട് താൻ അങ്ങോട്ട് സ്വീകരിക്കുന്നതുവരെ താൻ വിശ്വാസിയാവില്ല. അപ്പൊ നോക്കൂ, നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിക്കാം. നമുക്ക് എന്നെ ആരും ചീത്ത പറയരുത്, എന്നെ ആരും കുറ്റം പറയരുത്, എനിക്കാരും പാരപണിയരുത്, എന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായ നിലപാടുകൾ സ്വീകരിക്കരുത്, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളല്ലേ? എങ്കിൽ ഇതേ സമീപനം മറ്റു വിശ്വാസികളോട് നമ്മൾ സ്വീകരിക്കണം. അപ്പോഴേ നമ്മൾ മുഅ്മിനാവൂ. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും ചികഞ്ഞന്വേഷിക്കാൻ നടക്കരുത്. അവരിൽ നിന്ന് വല്ല കുറവുകളും കണ്ടാൽ ആ കുറവുകൾ അവരോട് ഉണർത്തി തിരുത്താൻ വേണ്ടി സ്നേഹബുദ്ധിയ ശ്രമിക്കണം. നമ്മളിൽ നിന്നൊരാൾ ഒരു കുറവ് കണ്ടാൽ ആ കുറവ് ജനങ്ങളുടെ മുന്നിൽ വെച്ച് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. മറിച്ച് എന്റെ അടുത്ത് അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ, ഒരു പോരായ്മയുണ്ടെങ്കിൽ അത് എന്നോട് പറയാമായിരുന്നില്ലേ എന്നായിരിക്കില്ലേ നമ്മുടെ ചിന്ത. അതുകൊണ്ട് അതേ ചിന്ത മറ്റുള്ളവരോട് നമ്മൾ വെച്ച് പുലർത്തണം. എനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ജോലി തട്ടിത്തെറിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചു എന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാവുന്ന ഒരു നല്ല വിവാഹത്തിന്റെ പ്രപ്പോസൽ അത് ആരെങ്കിലും പാരവെച്ചു എന്നറിഞ്ഞാൽ എനിക്കത് സഹിക്കുമോ? സഹിക്കില്ല. എങ്കിൽ മറ്റാരുടെ വിഷയത്തിലും ഇത്തരത്തിലുള്ള ഒരു കലാപരിപാടിയുമായി ഞാനും പോകാൻ പാടില്ല എന്ന ഉത്തരവാദിത്തപൂർണമായിട്ടുള്ള സമീപനം വിശ്വാസി സ്വീകരിക്കണം. ഇതൊക്കെ ഈ പറഞ്ഞ ആയത്തിന്റെ വഅലുഹും ഔലിയാഉ ബഅദിൻ, ചിലർ മറ്റു ചിലരുടെ സംരക്ഷകരാണ്, സഹായികളാണ് എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ വരുന്ന സംഗതികൾ തന്നെയാണ്. വിശ്വാസികൾ പരസ്പരം വലിയ അടുപ്പവും വലിയ ബന്ധവും വലിയ യോജിപ്പും വലിയ കാരുണ്യവും സ്നേഹവും കാണിക്കേണ്ടവരാണ്. അല്ലാതെ അവർ അനാവശ്യമായി അടിയുന്ന ബന്ധങ്ങളുടെ ആൾരൂപങ്ങളായി മാറാൻ പാടില്ലാത്തതാകുന്നു. അവർ തമ്മിലുള്ള ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊഷ്മളത അത് നിലനിർത്തുന്ന ഒരു മേഖലയാണ് യഅ്മുറൂന ബിൽ മഅറൂഫി, അവർ നന്മ കൽപ്പിക്കുന്നു, വയൻഹൗന അനിൽ മുൻകരി, തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു എന്നത്. അഥവാ സമൂഹത്തിലെ ഓരോ വിശ്വാസികളും അവരവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കുന്ന സമീപനം സ്വീകരിക്കണം. അരുതായ്മകൾ നടമാടുന്നുണ്ടെങ്കിൽ ആ അരുതായ്മകൾക്കെതിരെ അവരെ ഉണർത്താൻ വേണ്ടി, അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും വേണം. അങ്ങനെ വരുമ്പോൾ ഒരു നല്ല സമൂഹ സൃഷ്ടി, മാതൃകാപരവും ആരോഗ്യമുള്ളതുമായ ഒരു സമൂഹം, ആ സമൂഹം ഇവിടെ ഫോം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിനെന്തു വേണം? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞ രണ്ട് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി വിശ്വാസികൾ നിർവഹിക്കണം. ഇപ്പൊ ലോകത്ത് നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണ്? ഒരാളുടെ അടുത്തൊരു കുറവ് കണ്ടാൽ ആ കുറവ് അയാളോട് ചൂണ്ടിക്കാണിക്കില്ല, മറിച്ച് നാട്ടിൽ മൊത്തം പറഞ്ഞു നടക്കും. ഈ സാധു മനുഷ്യൻ മാത്രം അറിഞ്ഞിട്ടുണ്ടാവില്ല തനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട് എന്ന്. അതേപോലെ ചില നന്മകൾ ആളുകളോട് പറഞ്ഞാൽ അവർ സ്വീകരിക്കും, അവർ നടപ്പാക്കും. പക്ഷെ അത് പറയാൻ ആളുകൾ തയ്യാറാവുന്നില്ല.
അത്തരമൊരു സമീപനം വലിയ അപജയത്തിന്റെ സ്വഭാവമായിട്ടാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നത്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഈ സമൂഹം ഏറ്റവും നല്ല സമൂഹമാണെന്ന് ഖുർആൻ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. 3-ാം അധ്യായം സൂറത്ത് ആല ഇംറാൻ എന്റെ 104-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് കാണാം, ബൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്നൊരു വിഭാഗം ആളുകൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരായിട്ട് ഉയർത്തെഴുന്നേൽക്കണം. ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന തിന്മകൾ വിഭാടനം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്ന സമീപനം സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുന്നവർ ഔലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നന്മ കൽപ്പിക്കാത്ത തിന്മ വിരോധിക്കാത്ത ഒരു സമൂഹം, ആ സമൂഹം അങ്ങേയറ്റം നന്മയില്ലാതായി പോകുന്ന ഒരു വിഭാഗമാണ് എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നുമാത്രമല്ല, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒരു സമൂഹം പാടെ ഉപേക്ഷിച്ചാൽ ആ സമൂഹത്തിന് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ള പിന്മാറ്റമാണ് വാസ്തവത്തിൽ നടമാടിക്കൊണ്ടിരിക്കുക എന്നുകൂടിയുള്ള താക്കീത് ബഹുമാനപ്പെട്ട ഇസ്ലാം നൽകുന്നുണ്ട്. പടച്ചതമ്പുരാന്റെ ശാപത്തിന് വരെ അർഹമാകുന്ന ഒരു പണിയായി അത് മാറും. ലുഅനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. വിശുദ്ധ ഖുർആനിൽ കാണാം, സത്യവിശ്വാസികളായിട്ടുള്ള നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചിന്ത. ബനൂ ഇസ്രായേലിൽ ശപിക്കപ്പെട്ടു. ഈസാ അലൈഹി ഇസ്ലാമിന്റെ നാവിലൂടെയും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നാവിലൂടെയും ശപിക്കപ്പെട്ടു. എന്തായിരുന്നു അതിന്റെ കാരണം? കാനൂ ലാ യതനഹൗന അൻ മുൻകരിൻ ഫഅലൂ. അവരുടെ ഇടയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മകളെ പരസ്പരം വിലക്കിയിരുന്നില്ല, തിന്മകളെ പരസ്പരം എതിർത്തിരുന്നില്ല. ഒരു തിന്മ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ അരുതണിയ എന്ന് അയാളോട് പറയാനുള്ള സന്മനസ് കാണിച്ചിരുന്നില്ല. അഥവാ ഏത് തിന്മ ചെയ്താലും അവന്റെ കൂടെ കൂടാനും അവനോട് കമ്പനി അടിക്കാനുമുള്ള ഒരു സമീപനവും ശൈലിയുമാണ് സ്വീകരിക്കുന്നത്. അത്തരമൊരു സ്വഭാവവുമായി ജനങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ പടച്ചതമ്പുരാന്റെ ശാപത്തിന് അർഹമാകും വിധത്തിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് അവർ എത്തിപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ ഉണ്ടാവേണ്ടതും ഉണ്ട് എന്ന് അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞതും നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന സംഗതിയാണ് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അത് സമൂഹ സൃഷ്ടി നന്നാവുന്നതിനും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും മാതൃകായോഗ്യരായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ കൾച്ചർ ചിട്ടപ്പെടുത്തുന്നതിനും അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതോടൊപ്പം വ്യക്തിജീവിതത്തിന്റെ വിശുദ്ധി പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തുടർന്നു പറഞ്ഞു, ആ സത്യവിശ്വാസികളുടെ മറ്റൊരു ലക്ഷണം വയുഖീമൂന സ്വലാഹ്, അവർ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാണ്. മര്യാദകളെല്ലാം പാലിച്ച് സമയനിഷ്ഠ ശ്രദ്ധിച്ച് അള്ളാഹുവിനു വേണ്ടിയുള്ള നിസ്കാരങ്ങൾ അവർ കൃത്യമായി നിലനിർത്തും. അതിലൂടെ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം അവർ സുദൃഢമാക്കും. വയുത്തൂന സക്കാ, അവർ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരാണ്. സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ നന്മയുടെ ഗുണഫലം അത് അവന്റെ പടപ്പുകളിലേക്ക് സൃഷ്ടികളിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്വഭാവം സ്വീകരിക്കും. അപ്പൊ വ്യക്തി വിശുദ്ധി ഉണ്ടാകുമെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ സമൂഹത്തെ രക്ഷപ്പെടുത്താനും അവരെ സഹായിക്കാനുമുള്ള ഒരു ദയാനുഭൂതിയുടെ സ്വഭാവം അവനിൽ പ്രകടമായിരിക്കുമെന്നുകൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. വിശ്വാസികൾ തമ്മിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളുടെ ഊഷ്മളമായ ഒരു ശൈലി ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഓരോ മനുഷ്യനും വ്യക്തിവിശുദ്ധി കാത്തുസൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ സമൂഹം വിശുദ്ധമാവാൻ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന സ്വഭാവം സ്വീകരിക്കണം. അതോടൊപ്പം സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്നവന്റെ കഷ്ടപ്പാടുകൾ സ്വന്തം കഷ്ടപ്പാടായി കണ്ടതിനുള്ള പരിഹാരത്തിനു വേണ്ടി അധ്വാനിക്കണം. ഇതൊക്കെ അവർ ചെയ്യുന്നവരാണ്. വയുതീഊന അല്ലാഹ വറസൂലഹു, അവർ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവരുമാണ്. അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, അല്ലാഹു വിലക്കിയ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ അവർ സന്മനസ് കാണിക്കുന്നവരാണ്. ഉലൈക സയർഹമുഹുമുല്ലാഹ്, ഇത്തരം സ്വഭാവങ്ങളുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അഥവാ ഇതിനുള്ള പ്രതിഫലം എന്ന നിലക്ക് വലിയ അംഗീകാരവും സമ്മാനങ്ങളും അല്ലാഹു തആല അവർക്ക് ഒരുക്കി വെക്കുന്നുണ്ട്. ഇന്നല്ലാഹ അസീസുൻ, അല്ലാഹു തആല പ്രതാപിയാണ്.
അഥവാ അവനെ അനുസരിക്കുന്നവർ, ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളുള്ളവർ, അവർക്ക് അല്ലാഹു തആല വലിയ പ്രൗഢിയും അംഗീകാരവും നൽകും. അതോടൊപ്പം തന്നെ ഹക്കീമുൻ, അവന്റെ തീരുമാനങ്ങളിൽ അവൻ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനാണ്. ഈ സ്വഭാവ ഗുണങ്ങളുള്ള സത്യവിശ്വാസികൾക്ക് ഇவ்விധം കാരുണ്യം നൽകാമെന്നേറ്റതും, അതേപോലെ വൈരൂപ്യം കാത്തുസൂക്ഷിച്ച വൈകൃത സ്വഭാവത്തിന്റെ ഉടമകളായ കപടന്മാർക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശിക്ഷകൾ ക്രമീകരിച്ചതും അള്ളാഹുവിന്റെ മഹത്തായ ഹിക്മത്തിന്റെ ഭാഗമാണ് എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണമെന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ. തുടർന്ന് അല്ലാഹു പറയുന്നു, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു, ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അഥവാ അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫീഹാ, ആ ആരാമങ്ങളിൽ അവർ ശാശ്വതമായി താമസിക്കുന്നവരായ നിലക്ക് ഒരിക്കലും കുടിയിറക്ക് ഭീഷണി നേരിടുന്നവരല്ല അവർ. ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന ഭീതിയോ ബേജാറോ അവർക്ക് വേണ്ടതില്ല. പെർമനന്റായി അവിടെ താമസിക്കാൻ അല്ലാഹു തആല അവർക്ക് സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മസാക്കിന തയ്യിബതൻ ഫീ ജന്നാത്തി അദ്നിൻ, സ്ഥിരവാസത്തിന്റെ തോട്ടങ്ങളിൽ അവർക്ക് നല്ല ഭവനങ്ങൾ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ ഭവനങ്ങളുടെ വിശേഷണങ്ങളും അതിന്റെ മഹിമയുമൊക്കെ ഹദീസുകൾ ധാരാളം വിശകലനം ചെയ്തിട്ടുണ്ട്. അത് അല്ലാഹു തആല അവർക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ അവർക്ക് അളവറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമായ സ്വർഗത്തിന്റെ സുഖങ്ങൾ, ആ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സൗകര്യങ്ങൾ, ആ സ്വർഗത്തിൽ അവരനുഭവിക്കാനുള്ള അനുഭൂതികൾ, അതിനേക്കാളെല്ലാം അവർക്ക് പ്രിയപ്പെട്ടതും അവർക്ക് അനുഗ്രഹീതമായിട്ടുള്ളതും എന്താണ്? വരിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിൽ നിന്നുള്ള പൊരുത്തം, അതവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു. അഥവാ സ്വർഗത്തിലെത്തിപ്പെട്ട വിശ്വാസികൾക്ക് സ്വർഗത്തിലെ അമ്പലച്ചുംബികളായ കൊട്ടാരങ്ങളും, ആ സ്വർഗത്തിൽ അവർക്ക് കഴിക്കാനുള്ള വെറൈറ്റി ഫുഡും, അതേപോലെ സ്വർഗത്തിൽ അവരെ ആനന്ദിപ്പിക്കാനുള്ള ഇണകളും, അതുപോലെ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പാക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും, അതെല്ലാം അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ടെങ്കിലും ആ സൗകര്യങ്ങളെക്കാളും സന്തോഷങ്ങളെക്കാളുമൊക്കെ അവരുടെ മനസ്സിന് അനുഭൂതി നൽകുന്ന സംഗതി യജമാനനായ റബ്ബിന്റെ പൊരുത്തം അവർക്കുണ്ട് എന്നതാകുന്നു. ദാലിക ഹുവൽ ഫൗസുൽ അദീം, ഇത് മഹത്തായ വിജയം തന്നെയാകുന്നുവെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, യുഖ്ബിറു തആല, അല്ലാഹുവിടെ അറിയിക്കുന്നത് ബിമാ അദ്ദഹു ലിൽ മുഅ്മിനീന ബിഹി വൽ മുഅ്മിനാത്ത്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അല്ലാഹു തയ്യാർ ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് വിവരിക്കുകയാണ്. അല്ലാഹു മിനൽ ഖൈറാത്തി വൻ നഈമിൽ മുഖീം, നന്മകളും സ്ഥിരമായ സുഖങ്ങളുമായി അല്ലാഹു തയ്യാർ ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് പറയുകയാണ്. ആ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്താ? താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ. ആ ആരാമങ്ങളിൽ ശാശ്വതമായി താമസിക്കാൻ കുടിയിറക്ക് ഭീഷണിയില്ലാതെ, എന്തെങ്കിലും ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കുമെന്ന് ഭയമില്ലാതെ ജീവിക്കാനുള്ള സംവിധാനം അവർക്ക് അല്ലാഹു ഒരുക്കി. അതോടൊപ്പം ആ ആരാമങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ചില വീടുകൾ, ചില ഭവനങ്ങൾ, ചില അപ്പാർട്ട്മെന്റുകൾ അല്ലാഹു തആല അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ വീടിനെ പറ്റി, സ്വർണത്തിന്റെ ആ പാത്രങ്ങളെപ്പറ്റി, അതേപോലെ വെള്ളിയുടെ വീടിനെ പറ്റി, വെള്ളിയുടെ ആഭരണത്തെപ്പറ്റി ഒക്കെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്വർഗത്തിൽ അല്ലാഹു അവന്റെ സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ്. എന്നാൽ ആ സൗകര്യങ്ങളിലും സംവിധാനങ്ങളിലുമൊക്കെ അഭിരമിച്ചു കഴിയുന്ന, സന്തോഷിച്ചു കഴിയുന്ന വിശ്വാസികൾക്ക് അതിനേക്കാളെല്ലാം അവരെ സന്തോഷിപ്പിക്കുന്ന ഘടകമാണ് വരിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിൽ നിന്നുള്ള പൊരുത്തം അതവർക്ക് ഏറ്റവും വലിയതാകുന്നുവെന്ന്. നിങ്ങൾ നോക്കൂ, ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഐ റിളല്ലാഹി അൻഹും അക്ബറു വജല്ലു വഅലമു മിമ്മാ ഹും ഫീഹി മിനൻ നഈം, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളെക്കാളെല്ലാം അവർക്ക് വലിയതും അവർക്ക് മൂല്യമുള്ള കൂടിയതും അത് അല്ലാഹുവിന്റെ പൊരുത്തമാകുന്നുവെന്ന്.
അള്ളാഹു തന്നെ പടച്ച റബ്ബ് തന്നെ ചോദിക്കും അവരോട്, നിങ്ങൾക്ക് സ്വർഗത്തിൽ സൗകര്യങ്ങൾ എന്തെങ്കിലും ഇനി കൂട്ടേണ്ടതുണ്ടോ, ഇനിയും ഞാൻ നിങ്ങൾക്ക് വല്ലതും നൽകേണ്ടതുണ്ടോ എന്ന് ചോദിക്കും. ആ സ്വർഗാവകാശികളുടെ മറുപടി, പടച്ചോനെ നീ തന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെമ്പാടും മതിയാകുന്നുണ്ട്, അതുകൊണ്ട് ഒരു തൃപ്തിക്കുറവിന്റെയും പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല എന്ന്. അപ്പൊ അള്ളാഹു തന്നെ അവരോട് പറയും, അലഅഅ്തീകും അഫ്ളല മിൻ ദാലിക്, എന്നാൽ ഇതിലും നല്ലൊരു സംഗതി ഞാൻ നിങ്ങൾക്ക് തരട്ടെയോ. ഫയഖൂലൂൻ, സ്വർഗാവകാശികൾ ചോദിക്കും, യാ റബ്ബ് പടച്ചവനെ, വഅയ്യു ശൈഇൻ അഫ്ളലു മിൻ ദാലിക്, ഇതിലും നല്ലത് ഇനി എന്തു തരാനാണ്, ഇപ്പൊ തന്നതിന്റെ നന്മ തന്നെ ഞങ്ങൾക്ക് വർണ്ണിച്ചു തീർക്കാൻ സാധ്യമല്ലല്ലോ എന്ന്. അപ്പൊ അള്ളാഹു പറയും, ഉഹില്ലു അലൈക്കും റിദ്വാനി, എന്റെ പൊരുത്തം ഞാൻ നിങ്ങൾക്കതാ അനുവദിച്ചു തരികയാണ്. ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ, ഇതിനുശേഷം ഒരിക്കലും ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടുകയില്ല. ഈ മഹത്തായ അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നതോടുകൂടി എല്ലാ അർത്ഥത്തിലുള്ള നന്മയുടെയും ആളുകളായി, സൗഭാഗ്യത്തിന്റെ ആളുകളായി അവർ മാറുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരിവിടെ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ മഹത്തായ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.